प्यारे बच्चों साइलम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं. बच्चों आप ठीक है ना? എല്ലാ മക്കളും സെറ്റ് അല്ലേ? യെസ്, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ചാപ്റ്റർ ആണ് ശ്യാം ഏക്കിലെ ശ്യാം ഏക്ക് കിസാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആറാമത്തെ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാഷ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ മക്കളും ശ്രദ്ധിച്ചോ. എന്താണ് നമുക്കുള്ള നമ്മുടെ ആ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം? ശ്യാം കെ സമയ യേ ക്യാ കർത്തേ ഹേ അല്ലെ, വൈകുന്നേര സമയം ഇതെല്ലാം എന്താണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഏതുകൊണ്ട് അപ്പൊ താഴെ ഒരു ബോക്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്, അത് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നു. പത്താലകായിയെ ഓർ ലിഖിയെ, നിങ്ങൾ എന്ത് ചെയ്യണം? അത് കണ്ടെത്തി എഴുതണം. അപ്പൊ താഴെ ഒരു ബോക്സ് എൻ്റെ മക്കളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അല്ലെ, മനോഹരമായ ഒരു ബോക്സിൽ കുറെ പേരുകൾ തന്നിട്ടുണ്ട്. ഈ പേരുകളിൽ പറയുന്ന ആളുകളൊക്കെ എന്താണ് ചെയ്യുന്നത് അല്ലെ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടെത്തിയിട്ട് എഴുതണം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാഷ് അതിന്റെ ചിത്രമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്ത് നോക്കാം അല്ലെ. പക്ഷി അല്ലെ, നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു പക്ഷിയുടെ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? ഇത് പക്ഷിയാണ് അല്ലെ. ഇനി അതേപോലെ നമുക്ക് വരുന്ന മറ്റൊന്നാണ് എന്ത്? കിലാടി അല്ലെ. കിലാടി എന്താണ്? കിലാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് പ്ലെയർ അല്ലെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കിലാടികൾ ഉണ്ടാവും അല്ലെ. ഫുട്ബോൾ പ്ലെയർ ആണെങ്കിലും ക്രിക്കറ്റ് പ്ലെയർ ആണെങ്കിലും അനവധി പ്ലെയേഴ്സ് ഉണ്ട് അല്ലെ. ഹോക്കി പ്ലെയേഴ്സ് ഉണ്ട് അല്ലെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്കാ പസന്ദീദ കിലാടി കാ കോൻ ഹെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ അനവധി പേര് പറയില്ല. മെസ്സി, നെയ്മർ, റൊണാൾഡോ അല്ലെ, സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി അല്ലെ. പല മേഖലയിലുള്ള പല വ്യത്യസ്ത കളികളുടെ ആളുകളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകും. അതേപോലെ ഇനി നമുക്ക് വരുന്നത് എന്താ? ഫൽവാലെ അല്ലെ, ഫ്രൂട്ടൊക്കെ വിൽക്കുന്ന ആളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫൽവാലെ എന്ന് പറയുന്നത്. അതേപോലെ പിന്നെ നമുക്ക് ഒരു സംശയമില്ല, ചിത്രം കാണുമ്പോൾ മാം അല്ലെ, മദർ അല്ലെ, അമ്മയെ കുറിച്ച് അമ്മ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതേപോലെ പേഡ് പൗദേ അല്ലെ, പ്ലാന്റ്സ് ഓർ അതേപോലെ ട്രീസ് അല്ലെ, ചെടികളും അതേപോലെ മരങ്ങളൊക്കെ. അതേപോലെ പിന്നെ വരുന്നത് ഏതാ? പിന്നെ വരുന്നത് എന്താ? പിതാജി ഉണ്ട് അല്ലെ. പിതാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദറാണ് അല്ലെ. ഫാദറിനെ നമുക്ക് എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ അതും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചു. ഇനി കിസാൻ അല്ലെ, കിസാൻ എന്താ? കർഷകൻ അല്ലെ. അതും നമ്മൾ എന്ത് ചെയ്തു? ഈ ചിത്രത്തിലൂടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ നമുക്ക് ബോക്സിൽ തന്നിട്ടുള്ളത് നമ്മൾ കൃത്യമായി നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. പക്ഷി, കിലാടി, ഫൽവാലെ, മാം, പേഡ് പൗദേ ഓർ പിതാജി ഓർ കിസാൻ, ഇത്തരത്തിലെ 7 എണ്ണം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ആ ചോദ്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. ശ്യാം കെ സമയ യേ ക്യാ കർത്തേ ഹേ പത്താ ലഗായിയേ ഓർ ലിഖിയേ, നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെ വൈകുന്നേര സമയങ്ങളിൽ എന്താണ് ചെയ്യുന്നത് എന്ന് കണ്ടെത്തിയിട്ട് എഴുതണം. അപ്പൊ നമ്മൾ ആളുകളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി നമുക്ക് ഓരോന്നായിട്ട് എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ആദ്യം നമ്മൾ 4 ആളുകൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷി അല്ലെ, പക്ഷി എന്താ ചെയ്യുന്നത്? അപ്പിനെ ഗോൻസലെ മേ ലൗട്ട് ആത്തേ ഹേ. ഗോൻസലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടാണ്, കൂടാണ്. അപ്പൊ പക്ഷി എന്ത് ചെയ്യും? വൈകുന്നേര സമയങ്ങളിൽ എന്താ ചെയ്യുന്നത്? പക്ഷി തൻ്റെ വീട്ടിലേക്ക് എന്ത് ചെയ്യും? മടങ്ങും. അതായത് രാവിലെ സമയങ്ങളിൽ, ഉച്ച സമയങ്ങളിലൊക്കെ പുറത്തൊക്കെ പോയി ഭക്ഷണങ്ങളൊക്കെ തേടി ഉല്ലസിച്ച് വൈകുന്നേര സമയമാകുമ്പോൾ എന്ത് ചെയ്യും? ലൗട്ട് ആത്തേ ഹേ, തിരിച്ചു വരും. വീട്ടിലേക്ക് എന്ത് ചെയ്യും? പക്ഷികൾ തിരിച്ചു വരും അല്ലെ. അപ്പൊ എന്താണ്? ഗോൻസലെ, അപ്പൊ കൂട്ടിലേക്ക് മടങ്ങി വരും. അതാണ് എന്ത് ചെയ്യുക? പക്ഷി വൈകുന്നേര സമയമാകുമ്പോൾ ചെയ്യുന്നത്. നമ്മൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യും. ഇനി നമുക്ക് നോക്കാം കിലാടി എന്താ ചെയ്യുന്നത്? അപ്നാ കേൽ ബന്ദ് കർ ദേത്തേ ഹേ. എന്താ ചെയ്യുന്നത്? കിലാടി പറഞ്ഞ പ്ലെയർ ആണ്. അപ്പൊ എന്ത് ചെയ്യും? കളിക്കുന്ന, അപ്പൊ അവരുടെ കളി എന്ത് ചെയ്യും? വൈകുന്നേര സമയം ആയാൽ പരമാവധി കളിച്ച് നല്ല അടിപൊളിയായി എൻജോയ് ഒക്കെ ചെയ്ത് അവസാനം എന്ത് ചെയ്യും? ബന്ദ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും സ്റ്റോപ്പാണ്. അപ്പൊ വൈകുന്നേര സമയം എന്ത് ചെയ്യും? കളി സ്റ്റോപ്പ് ചെയ്യും അല്ലേ. ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ കളിക്കോ അല്ലെ. പിന്നെ അന്താരാഷ്ട്ര മത്സരങ്ങളിലൊക്കെ എന്ത് ചെയ്യും? ഫെഡ് ലൈറ്റ് ഒക്കെ വെച്ച് നല്ല അതിമനോഹരമായ വെളിച്ചമൊക്കെ വെച്ചിട്ടൊക്കെ കളിക്കും. പക്ഷേ സ്വാഭാവികമായിട്ട് വൈകുന്നേര സമയം എന്ത് ചെയ്യും? ബന്ദ് ചെയ്യും, കളി സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ. അതേപോലെ പിന്നെ നമുക്ക് വരുന്നത് ഫൽവാലെ എന്താ ചെയ്യാ? ഫൽ ബേച്തേ ഹേ, ഖരീദ്നെ ഓർ ബേച്നെ അല്ലെ, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് ഒരു കച്ചവടക്കാരൻ ജോലി. അപ്പൊ ഫലം വിൽക്കുന്ന ആളുകൾ, അതായത് ഫ്രൂട്ട് വിൽക്കുന്ന ആൾ എന്ത് ചെയ്യും? ഫൽ ബേച്തേ ഹേ, പഴങ്ങൾ എന്ത് ചെയ്യും? വിൽക്കും അല്ലെ. പരമാവധി പഴങ്ങളൊക്കെ വിൽക്കും. നമുക്ക് ആ ചിത്രത്തിലൂടെ അതെന്ത് ചെയ്യാം? കാണാം. അപ്പൊ എന്ത് ചെയ്യും? സെയിൽ ചെയ്യും അല്ലെ. സെയിൽ സെറ്റാണോ? ഓക്കെ. ഇനി മാം അല്ലെ, നമ്മുടെ അമ്മമാരൊക്കെ എങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. എന്താ ചെയ്യുന്നത്? ബച്ചോം കേ ലിയേ ഖാന ബനാത്തി ഹേ. അമ്മ എന്താ ചെയ്യുന്നത്? അമ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് എടുത്തു പറയുന്ന ഒരു സംഭവമാണ് എന്ത്? ബച്ചേ കേ ലിയേ ഖാന ബനാത്തി ഹേ. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം എന്ത് ചെയ്യും? പാകം ചെയ്യും, തയ്യാറാക്കും അല്ലെ. തയ്യാറാക്കും, അതായത് പാകം ചെയ്യും. എന്താ പാകം ചെയ്യുന്നത്? ഭക്ഷണം അല്ലെ. ഭക്ഷണം ചെയ്യും, പാകം ചെയ്യും.
റെഡിയാണോ? അപ്പൊ ആദ്യത്തെ 4 നമ്മൾ പറഞ്ഞത് നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു. ഇനി 3 പാടെ നമുക്ക് മനസ്സിലാക്കാണ്ട് നോക്കിക്കോ. എന്താണത്? പേട് പൗദേ അപ്നി ജഗാഹ് പർ ഗഡേ രഹ്തേ ഹേ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യെസ്, എന്താണ് മക്കൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവയുടെ സ്ഥലത്ത് എന്ത് ചെയ്യും? നിലനിൽക്കും. അതായത് ചെടികളാണെങ്കിലും മരങ്ങളാണെങ്കിലും അതത് സ്ഥലത്ത് ഇങ്ങനെ നിലകൊള്ളും അല്ലെ. ചെറിയ ചെടികൾ എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രത്തിലൂടെ കാണാം. ചെറിയ ചെടികൾ എന്ത് ചെയ്യും? അതേ സ്ഥലത്ത് നിലനിന്നുകൊണ്ട് ഇങ്ങനെ ഉയർന്ന് വളർന്ന് ഇങ്ങനെ വരും അല്ലേ. അതേപോലെ മരങ്ങളൊക്കെ എന്ത് ചെയ്യും? യഥാസമയം ആ സ്ഥലത്ത് തന്നെ നിലകൊള്ളും അല്ലേ. പിന്നെ മരം മുറിക്കുന്ന അവസ്ഥയും അല്ലേ, അതേപോലെ മരം മുറിച്ചൊക്കെ ആ സ്ഥലങ്ങളിൽ വീടൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റാളുകളുടെ ഇടപെടൽ മൂലമായിരിക്കും അതിന്റെ നാശം സംഭവിക്കുക. അതുവരെ അതെന്ത് ചെയ്യും? അതത് സ്ഥലത്ത് നിലകൊള്ളുന്ന ചെടികളും മരങ്ങളൊക്കെ അതത് സ്ഥലത്ത് തന്നെ ഗഡേ രഹ്തേ ഹേ, നിലകൊള്ളുന്നു, നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ ആണോ? നിലകൊള്ളുന്നു അല്ലേ. നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ അതേപോലെ അവിടെ എങ്ങനെ എന്ത് ചെയ്യും? നിൽക്കും. അവിടെ നിന്ന് ആ മരങ്ങളുടെ ഉയർച്ച ഇങ്ങനെ വരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് എന്താ? പിതാജി അല്ലേ. പിതാജി ആരാ? യെസ്, ഫാദർ. ഫാദർ എന്താ ചെയ്യുന്നത്? യെസ്, ഫാദർ എന്താ ചെയ്യുന്നത്? ദഫ്തർ സേ ഘർ ആത്തെ ഹേ. ദഫ്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓഫീസാണ് അല്ലെ. ഓഫീസിൽ നിന്ന് എന്ത് ചെയ്യും? യെസ്, എന്ത് ചെയ്യും? ഓഫീസിൽ നിന്നും വരുന്നു. ആത്തെ ഹേ എന്ന് പറഞ്ഞാൽ വരുന്നു. എങ്ങോട്ടാ വരുന്നത്? നമ്മുടെ ഹോമിലേക്ക് എന്ത് ചെയ്യും? ആത്തെ ഹേ എന്ന് പറഞ്ഞാൽ വരുന്നു. അപ്പോൾ ഓഫീസിൽ നിന്നും എങ്ങോട്ട് വരുന്നു? വീട്ടിലേക്ക് വരും. വൈകുന്നേര സമയമാകുമ്പോൾ പിതാജി അല്ലേ, രാവിലെ 9 മണിക്ക് പോയിട്ട് വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോൾ അവരെന്ത് ചെയ്യും? തിരിച്ചു വരും. ഓഫീസിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരും. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതേപോലെ കിസാൻ, കർഷകനാണ്. കർഷകൻ എന്താ ചെയ്യുന്നത് മക്കളെ? കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. കർഷകൻ ഗേത്തോം സേ ലൗഡ് കർ ഘർ ആത്തെ ഹേ. വയലിൽ നിന്ന് എന്ത് ചെയ്യും? എങ്ങോട്ടാ? ലൗഡ് കർ, തിരിച്ചു വരുന്ന എങ്ങോട്ടാ? ഘർ ആത്തെ ഹേ, വീട്ടിലേക്ക് തിരിച്ചു വരും. അപ്പൊ വയലിൽ, ഗേത്ത് എന്ന് പറഞ്ഞാൽ വയലാണ്. വയലിൽ നിന്നും എന്ത് ചെയ്യും മക്കളെ? ലൗഡ് കർ, തിരികെ വരും അല്ലെ. തിരിച്ചു മടങ്ങും അല്ലെ. മടങ്ങും അല്ലെങ്കിൽ തിരികെ വരും എന്നൊക്കെ നമുക്ക് പറയാം. എങ്ങോട്ടാ തിരികെ വരുന്നത്? വീട്ടിലേക്ക് അല്ലെ. ഹോമിലേക്ക് എന്ത് ചെയ്യും? തിരികെ വരും. അപ്പൊ കിസാൻ എന്ത് ചെയ്യും? തന്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്നു. അപ്പൊ സിമ്പിളായിട്ട് ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലൊരു ചോദ്യം നമുക്ക് വന്നാൽ സിമ്പിളായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഒരു ബ്രെയിനിൽ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ ഇതിന്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. വളരെ ലളിതമായിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരിക്കൽ കൂടി മാഷ് വായിച്ചു തരാം. പക്ഷി എന്ത് ചെയ്യും? അപ്നെ ഗോൻസ്ലെ മേ ലൗട്ട് ആത്തെ ഹേ, തന്റെ കൂട്ടിലേക്ക് മടങ്ങി വരും വൈകുന്നേര സമയമാകുമ്പോൾ. കിലാടി എന്ത് ചെയ്യും? അപ്നാ ഖേൽ ബന്ദ് കർ ദേത്തെ ഹേ, കളിക്കാരൻ എന്ത് ചെയ്യും? തന്റെ കളിയൊക്കെ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. അതേപോലെ ഫൽവാല എന്ത് ചെയ്യും? ഫൽ ബേച്ച് സെയിൽ ചെയ്യും അല്ലെ, വിൽക്കും. അതേപോലെ മാം എന്ത് ചെയ്യും? കുട്ടികൾക്കൊക്കെ ഭക്ഷണം പാകം ചെയ്യും അല്ലെ. അതേപോലെ പിന്നെന്താ? പേട് പൗദേ അപ്നെ ജഗാഹ് പർ ഗഡേ രഹ്തേ ഹേ, മരങ്ങളൊക്കെ അതത് സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യും? നിലകൊള്ളും അല്ലെ. അതേപോലെ പിതാജി എന്ത് ചെയ്യാണ്? ദഫ്തർ സേ ഘർ ആത്തെ ഹേ, ഓഫീസിൽ നിന്നും എന്ത് ചെയ്യും? വീട്ടിലേക്ക് തിരികെ വരുന്നു. അതേപോലെ കിസാൻ ഗേത്തോം സേ ലൗഡ് കർ ഘർ ആത്തെ ഹേ, വയലിൽ നിന്നും തന്റെ വയലിൽ എന്ത് ചെയ്യും? കൃഷിയുടെ ജോലിയൊക്കെ കഴിഞ്ഞില്ലേ, ചിത്രത്തിൽ കാണുന്നുണ്ട്. എന്ത് ചെയ്യും? കാളകളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നിലൊക്കെ ഉഴുതുമറിച്ച് കൃഷിക്ക് വേണ്ട അടിയന്തര ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് എന്ത് ചെയ്യും? മടങ്ങി വരും. ഇത്തരത്തിൽ നമ്മൾ 7 പേരുടെ വൈകുന്നേര സമയങ്ങൾ എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് നമ്മൾ ചോദ്യങ്ങൾക്കുള്ള ആൻസർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കണ്ടെത്തൂലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ 6ാമത്തെ ചാപ്റ്ററിലെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മാസ്റ്റർ ഡിസ്കസ് ചെയ്തത്. എല്ലാ മക്കളും ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ച് തന്നെ ചാപ്റ്റർ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്തരത്തിൽ അടിപൊളിയായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് മാസ്റ്റർ പറയുന്നത്. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? യെസ്, അഗ്ലാ വീഡിയോ മേ ഫിർ മിലേഗാ. സബ്കാ बहुत बहुत शुक्रिया. बाय बाय.